ഹായ് ഫ്രണ്ട്സ്, മാർക്കോ കണ്ട് ഇപ്പോൾ റൂമിലെത്തിയിരിക്കുകയാണ്. എറണാകുളത്തുള്ളത്. പടം കണ്ട ആ ഷോക്ക് വിട്ടിട്ടില്ല. പടം കണ്ടിറങ്ങിയിട്ട് ഒരു 10-15 മിനിറ്റായി, ഷോക്ക് വിട്ടിട്ടില്ല. ഹനീഫ് അദിനി സംവിധാനം ചെയ്ത ഉണ്ണിമുകുന്ദൻ അഭിനയിച്ച ജഗദീഷ്, സിദ്ദിഖ്, പിന്നെ ആരുള്ള ആൻസൺ പോൾ, പിന്നെ ഒരുപാട് ആളുകളുണ്ട് വില്ലൻ ക്യാരക്ടേഴ്സ് ചെയ്ത, പിന്നെ സിദ്ദിഖിൻ്റെ ഫാമിലി മെമ്പേഴ്സ്, ഉണ്ണിമുകുന്ദൻ്റെ ഫാമിലി മെമ്പേഴ്സായിട്ട് ഒരുപാട് ക്യാരക്ടേഴ്സ്. പടം അതിഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ്. ഈ പടം പറഞ്ഞിരുന്നു ഇത് ഇന്ത്യയിലെ തന്നെ മോസ്റ്റ് വയലൻസ് മൂവിയാണെന്ന്. അതിൽ യാതൊരു സംശയമില്ല. ഇത് വേൾഡിലെ തന്നെ ഒരു ഏറ്റവും വലിയ വയലൻസ് മൂവിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി മോസ്റ്റ് വയലൻസ് മൂവി ഇൻ വേൾഡ് സിനിമ. അപ്പോൾ അതിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ ജസ്റ്റ് നോക്കിയ സമയത്ത് അത് കൊന്നല്ലാന്ന് എനിക്ക് തോന്നിപ്പോയി. ആ രീതിയിലുള്ള മേക്കിങ് ഹനീഫ് അദിനിക്കായി തന്നെ ഒരു ബിഗ് സല്യൂട്ട്. പ്രത്യേകിച്ച് ഹൊറർ മൂവീസ്, അതുപോലെ തന്നെ വയലൻസ് മൂവീസൊക്കെ നമുക്ക് ആ ജോണറിലുള്ള ഇഷ്ടപ്പെട്ട ആളുകളാണ് പടം കാണുള്ളൂ. കാരണം അങ്ങനത്തെ പടങ്ങൾ ഇഷ്ടപ്പെട്ട ആളുകൾക്കാണ് അങ്ങനത്തെ പടങ്ങൾ കൂടുതൽ കാണുക. ഹൊറർ മൂവീസ് കുറച്ച് ഫാമിലിയൊക്കെ പിന്നെയും കാണുന്നു തോന്നുന്നു. വയലൻസ് മൂവീസൊക്കെ കാണാൻ ബുദ്ധിമുട്ടാണ്. ഒരിക്കലും ഫാമിലി കുട്ടികളൊന്നും ഈ പടത്തിന് പോകരുത്. അത്രയും ബ്രൂട്ടലായിട്ടുള്ള കുറേ സീനുകളുണ്ട് ഈ പടത്തിൽ. അതിലേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ കണ്ടതിൽ വെച്ച് അധികം ഗംഭീര വയലൻസ്. എൻ്റെ ഹാർട്ട് ബീറ്റ് ഇപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വയലൻസ് മൂവിയാണെന്ന് ഓൾറെഡി ഇവർ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ മാർക്കറ്റിങ്ങിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതറിയാതെ കയറിപ്പോയൊരു ഫാമിലി എൻ്റെ തൊട്ട് സീറ്റിലുണ്ടായിരുന്നു. ആ ചേച്ചിയും കുട്ടികളും ഇങ്ങനെ ചെയ്വത്തിരിക്കുക ഓടിയിടുന്ന ഞാൻ കണ്ട്. ഒരു ഇൻ്റർവെൽ സമയത്ത് ചെറിയ സാധനം തുറക്കിട്ടിട്ടുള്ളൂ. തുടക്കം നല്ലൊരു ഇൻ്റർവെൽ പഞ്ചുണ്ട്. സമയത്ത് ഇവർ ചായ കുടിക്കാൻ പോയപ്പോൾ അവർ കയറണ്ടായി വെച്ചിട്ട് പിന്നെ അവർ കയറി പിള്ളേരെ നിർബന്ധത്തിൽ ആ ചേച്ചി ഇങ്ങനെ ഷാളൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുന്ന അവസ്ഥ കണ്ട് ഞാൻ നമുക്ക് തന്നെ ഒരു വല്ലാത്ത ഫീലായിരുന്നു. അതിഗംഭീര സംഭവം. ഉണ്ണിമുകുന്ദൻ അതിഗംഭീര പെർഫോമൻസ്. ആളെ സ്വാഗും കാര്യങ്ങളും സ്ക്രീനിലിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അധികം മാസ് ഡയലോഗൊന്നുമില്ല. ഫുൾ പണി, വരിയൽ, കുത്തൽ, പറിക്കൽ, ഇടിവെപ്പ്, കുത്ത്, ചെത്തൽ, വേറെ ലെവൽ സാധനം. അതിഗംഭീരമായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഷെരീഫ് മുഹമ്മദാണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഛായാഗ്രഹണം ചന്ദ്രു സെൽവരാജ്, ക്യാമറ കിട്ടു, കളറിങ് ഒക്കെ വേറെ ലെവല്. എഡിറ്റ് ചെയ്തത് ഷമീർ മുഹമ്മദ്. 2 മണിക്കൂർ 24 മിനിറ്റാണെന്നാണ് പടം. സംഗീതം രവി ബ്രസൂർ. എൻ്റെ ചേട്ടാ നിങ്ങൾ പൊളിച്ച്. ഇതിലോരോ സീനുകളുണ്ട്. അത് BGM കൂടി ചേരുമ്പോണ്ടല്ലോ, എൻ്റെ ചവിട്ടുന്ന സാധനം ഇപ്പോഴും പോയിട്ടില്ല. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. വയലൻസ് മൂവി കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പോയി ടിക്കറ്റ് എടുക്കുക, കാണുക. അതിഗംഭീരമാണ്. ജഗദീഷിനെ നമുക്ക് വേറെ ലെവലിൽ കാണാം. ജഗദീഷിനേക്കാളും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട സിദ്ദിഖിനെയാണ്. സൂപ്പർ. പിന്നെ പടത്തിൽ ഓൾറൗണ്ട് പെർഫോമൻസ് നമ്മുടെ ഉണ്ണിമുകുന്ദൻ തന്നെയാണ്. ആൻസൺ പോൾ ഉണ്ട്. കുറച്ച് വില്ലന്മാരുണ്ട്. അവർ പേരൊന്നും കറക്റ്റ് അറിയില്ല. കുറച്ച് കുട്ടികൾ. ഈ പടത്തിൽ എല്ലാവർക്കും ഉള്ള സ്പേസ് അവർ നന്നായി ചെയ്തിട്ടുണ്ട്. അവരുടെ പേരും കാര്യങ്ങളും തപ്പി പോകുന്നില്ല. അതിഗംഭീര വയലൻസ് മൂവി. ആ കാറ്റഗറി ജോണറിൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ പോയി കാണുക, ടിക്കറ്റ് എടുക്കുക. അത് നല്ല തിയേറ്ററിൽ കാണുക. പ്രത്യേകം ശ്രദ്ധിക്കുക, കുട്ടികളൊന്നും കൊണ്ടുപോകരുത്. പിന്നെ കുറച്ച് മനസ്സിനൊക്കെ കട്ടിയുള്ള ആളുകൾ പോയി കാണുക. നമുക്ക് തന്നെ വല്ലാത്തൊരു ഫീലാണ്. ആ ജോണർ ഇഷ്ടപ്പെടുന്ന ആളുകൾ മാത്രം പോവുക. വേറെ ലെവൽ വയലൻസ് മൂവി. ബൈ, ഗുഡ് നൈറ്റ്. ഒന്ന് കിടന്നുറങ്ങണം.